അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ദുറൂസുൽ അഖായിദ്, അതിലെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളുടെ കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷന്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻസ്: ജബലു റഹ്മ, ജബലു നൂർ, ജബലു ഉഹദ്. ശരി ഉത്തരം ജബലു നൂർ. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി പെരുമാറിയ ജൂതൻ. ഓപ്ഷൻസ്: സെയ്ദ് ബിനു സഅന, അബ്ദുല്ലാഹി ബിനു സലാം, ഉമൈർ ബിനു വഹബ്. ശരി ഉത്തരം സെയ്ദ് ബിനു സഅന. 3. മാഇദ സൂറത്ത് അവതരിച്ചതിന് സാക്ഷിയായ മഹദി. ഓപ്ഷൻസ്: ഫാത്തിമ റളിയല്ലാഹു അൻഹ, അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ. ശരി ഉത്തരം അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ. 4. കഅബ പുനർനിർമ്മാണം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. ഓപ്ഷൻസ്: 40, 35, 25. ശരി ഉത്തരം 35. 5. നോക്കൂ. മാ കദബ മുഹമ്മദുൻ ഖത്ത്. ഇത് പറഞ്ഞത്. ഓപ്ഷൻസ്: അബൂ ജഹൽ, അബൂ ത്വാലിബ്, അബൂ ലഹബ്. ശരി ഉത്തരം അബൂ ജഹൽ. 6. മനുഷ്യരെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരായവർ. ഓപ്ഷൻസ്: ജിന്നുകൾ, മലക്കുകൾ, പ്രവാചകന്മാർ. ശരി ഉത്തരം പ്രവാചകന്മാർ. അടുത്ത പ്രവർത്തനം നോക്കൂ. ചേരുംപടി ചേർക്കുക. 7. ഷീസ് അലൈഹിസലാം. 8. ഇദ്രീസ് അലൈഹിസലാം. 9. മൂസ അലൈഹിസലാം. 10. ഇബ്രാഹിം അലൈഹിസലാം. 11. ഈസ അലൈഹിസലാം. ഇപ്പുറത്ത് നമുക്ക് കിതാബുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. എ. തൗറാത്ത്. ബി. 10 ഏടുകൾ. സി. 30 ഏടുകൾ. ഡി. ഇഞ്ചീൽ. ഇ. 50 ഏടുകൾ. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ആ ലെറ്ററാണ് നമ്മൾ അവിടെ എടുത്തെഴുതേണ്ടത്. നമുക്കതൊന്ന് നോക്കാം. 7. ഷീസ് അലൈഹിസലാം. അതിന് ശരിയായത് ഇ. 50 ഏടുകൾ. 8. ഇദ്രീസ് അലൈഹിസലാം. അതിന് ശരിയായത് സി. 30 ഏടുകൾ. 9. മൂസ അലൈഹിസലാം. അതിന് ശരിയായത് എ. തൗറാത്ത്. 10. ഇബ്രാഹിം അലൈഹിസലാം. അതിന് ശരിയായത് ബി. 10 ഏടുകൾ. 11. ഈസ അലൈഹിസലാം. അതിന് ശരിയായത് ഡി. ഇഞ്ചീൽ. ഇ, സി, എ, ബി, ഡി. കൂട്ടുകാരി കറക്റ്റായ ലെറ്ററുകൾ അവിടെ എടുത്തെഴുതുക. ക്വസ്റ്റ്യൻ പേപ്പറിലെ 3ാമത്തെ പ്രവർത്തനം നോക്കൂ. പൂരിപ്പിക്കുക. 12. വജാഇസും ഫി ഹഖിഹിം മിൻ വറൽ ഡേഷ് കഹഫീഫിൽ മറൽ. അവിടെ പൂരിപ്പിക്കേണ്ടത് ബിഗൈരി നഖസിൻ. വജാഇസും ഫി ഹഖിഹിം മിൻ വറൽ ബിഗൈരി നഖസിൻ കഹഫീഫിൽ മറൽ. 13. വഹിയിനെ ഡേഷ് വ്യാഖ്യാനിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് ഭൗതികമായി. വഹിയിനെ ഭൗതികമായി വ്യാഖ്യാനിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. 14. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് ഡേഷിനേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് കസ്തൂരിയേക്കാൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു. 15. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലുടനീളം ഡേഷ് പുലർത്തിയിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് സത്യസന്ധത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലുടനീളം സത്യസന്ധത പുലർത്തിയിരുന്നു. 16. ഇന്നാ നഹ്നു നസ്സൽന ഡേഷ് വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അവിടെ പൂരിപ്പിക്കേണ്ടത് അദ്ദിക്റ. ഇന്നാ നഹ്നു നസ്സൽന അദ്ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. 17. അല്ലാഹു തആല ഡേഷ് കിതാബുകൾ അവതരിപ്പിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് 4. അല്ലാഹു തആല 4 കിതാബുകൾ അവതരിപ്പിച്ചു. ക്വസ്റ്റ്യൻ പേപ്പറിലെ 4ാമത്തെ പ്രവർത്തനം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. ആദം അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട ഏടുകൾ എത്ര? ഉത്തരം 10 ഏടുകൾ. 19. അൽ ഫുർഖാൻ എന്നു പേരുള്ള ഗ്രന്ഥം. ഉത്തരം വിശുദ്ധ ഖുർആൻ. 20. ദിവ്യബോധനം ഇതിന്റെ അറബി പദം. ഉത്തരം വഹിയ്. 21. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
നാട്ടുകാർ എന്തായിരുന്നു വിളിച്ചിരുന്നത്? ഉത്തരം അൽ അമീൻ. 22. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഉമൈർ ബിൻ വഹബിനോട് കരാറുണ്ടാക്കി. ആര്? ഉത്തരം സഫ്വാൻ ബിൻ ഉമയ്യ. 23. ധർമ്മസമരത്തെ കുറിച്ചുള്ള ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടം അറിയിച്ച സ്വഹാബി? ഉത്തരം അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തും റളിയല്ലാഹു അൻഹു. 5. പ്രവർത്തനം. ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക. 24. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് സ്ഥിരപ്പെടുത്തുന്ന തെളിവുകളിൽ 2 എഴുതുക. ഉത്തരം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും വിശ്വസ്തതയും. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത വിശുദ്ധി. 25. നബിമാർ പ്രബോധനം ചെയ്തു. എന്ത്? ഉത്തരം. തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ നബിമാർ കൃത്യമായി പ്രബോധനം ചെയ്തു. 26. വിശുദ്ധ ഖുർആൻ അല്ലാത്ത വേദഗ്രന്ഥങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ത്? ഉത്തരം. വിശുദ്ധ ഖുർആൻ അല്ലാത്ത മറ്റു ഗ്രന്ഥങ്ങളിൽ പലതും വിസ്മൃതമായി, പലതിലും കൈകടത്തലുകൾ ഉണ്ടായി, പലതും എഴുതി ചേർക്കപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ അവതീർണമായതോടെ പൂർവ്വവേദങ്ങളെല്ലാം ദുർബലപ്പെട്ടു. 27. ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വന്നിരുന്നത് ഏതു രൂപത്തിൽ? ഉത്തരം. ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരും, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അദൃശ്യമാകുന്ന വിധവും ആഗതനാകും. 28. ചോദ്യം നോക്കൂ. സെയ്ദ് ബിൻ സഹന ഇസ്ലാം സ്വീകരിക്കാൻ കാരണമെന്ത്? ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സഹിഷ്ണുവായിരിക്കും എന്ന അടയാളം അദ്ദേഹത്തിന് ബോധ്യപ്പെടാനുണ്ടായിരുന്നു. അദ്ദേഹം പരുഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറിയപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. 29. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രവാചകത്വത്തിന്റെ മുമ്പുണ്ടായ അത്ഭുതങ്ങളിൽ ഒന്നെഴുതുക. ഉത്തരം. പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെ തന്നോട് സലാം ചൊല്ലിയിരുന്ന ഒരു കല്ലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിചയമുണ്ടായിരുന്നു. 30. ചോദ്യം. മാ ലല്ല സ്വാഹിബുക്കും വമാ ഗവാ. ഇതിന്റെ സാരം എഴുതുക, അതായത് അർത്ഥം എഴുതുക. ഉത്തരം. നിങ്ങളുടെ നബിക്ക് പിഴയ്ക്കുകയോ തെറ്റ് സംഭവിക്കുകയോ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പറിലെ 6. പ്രവർത്തനം. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. പ്രവാചകൻ പൂർവ്വവേദങ്ങളിൽ. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ തൗറാത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങയെ സാക്ഷിയും സുവിശേഷം അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരും സംരക്ഷകനുമായി നാം നിയോഗിച്ചിരിക്കുന്നു. അങ്ങ് എൻ്റെ ദാസനും പ്രവാചകനുമാണ്. മുത്തവക്കിൽ എന്ന് അങ്ങയെ നാം വിളിക്കുന്നു. അങ്ങ് ഗൗരവക്കാരനല്ല, പരുഷ സ്വഭാവിയല്ല, അങ്ങാടിയിൽ ഒച്ച വെക്കുന്നവനുമല്ല, തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കുന്നവനുമല്ല, എന്നാൽ പൊറുക്കുകയും സഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്നവനാണ്. 32. ചോദ്യം. പ്രവാചകന്മാരുടെ പാപസുരക്ഷിതത്വം. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ 5 വരിയിൽ കുറയാതെ എഴുതേണ്ടത്. അതിന്റെ ഉത്തരം നോക്കൂ. നബിമാരിൽ നിന്ന് ചെറുതോ വലുതോ ആയ പാപങ്ങളൊന്നും തന്നെ നുബുവത്തിന് മുമ്പോ ശേഷമോ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാവുകയില്ല. അവർ മഅസൂമുകളാണ്, അതായത് പാപസുരക്ഷിതർ. മനുഷ്യരെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗിതരാണല്ലോ പ്രവാചകന്മാർ. അവർ തന്നെ തെറ്റ് ചെയ്യുക എന്നത് വിരോധാഭാസമാണ്. ജനങ്ങൾ അവരെ പൂർണ്ണമായും പിന്തുടരണം. അതിനാൽ അവരിൽ നിന്ന് ഒരു പാപവും സംഭവിക്കരുത്. എല്ലാ തെറ്റുകളും മനുഷ്യർ ചെയ്യുന്ന ആത്മദ്രോഹങ്ങളാണ്. നബിമാർ ആരും ദ്രോഹികളല്ല. അക്രമം ചെയ്തവർക്ക് പ്രവാചകത്വം ലഭിക്കുകയുമില്ല. നബിമാരിൽ അത്യുത്തമരും അന്ത്യദൂതരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ പാപസുരക്ഷിതത്വത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. ന്യൂനതയില്ലാത്ത ചെറിയ രോഗം പോലെയുള്ള കാര്യങ്ങൾ നബിമാർക്ക് ഉണ്ടാവും. മലക്കുകൾ പോലെ പാപസുരക്ഷിതരാവൽ അവർക്ക് വാജിബാണ്. എന്നാൽ അവർ മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ്.
അപ്പോൾ കൂട്ടുകാരെ ഇത്രയാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ അവിടെ എഴുതേണ്ടത്. കൂട്ടുകാർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ പ്രവർത്തനങ്ങളും മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.